ഹായ് ഫ്രണ്ട്സ്, GB വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് ബയോളജിയിലെ മൂന്നാമത്തെ പാഠത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ജീവജാലത്തിന്റെ മനുഷ്യന്റെ പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിൽ ഒന്നാമത്തെ സംവിധാനം നമ്മൾ നാഡീവ്യവസ്ഥയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സംവിധാനമായ അന്തഃസ്രാവി വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുഹൃത്തിന്റെ സംശയം ദൂരീകരിച്ചുകൊണ്ട് അതേപോലെ ടെക്ടുലസ് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് എന്തുകൊണ്ട് അന്തഃസ്രാവി ഗ്രന്ഥികളെ പറയുന്നു ഒരു ചോദ്യത്തിന് അദ്ദേഹം സംശയം പറഞ്ഞിരിക്കുന്നത് രക്തത്തിലൂടെയാണല്ലോ പോകുന്നത്, അതുകൊണ്ട് അതിന് കുഴലുണ്ടല്ലോ എന്നൊരു സംശയം സുഹൃത്തിന് ചോദിച്ചായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കുക, രക്തക്കുഴലുകൾ രക്തം സഞ്ചരിക്കാൻ വേണ്ടി സ്പെസിഫൈഡ് ആണ്, അതിനുവേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു ഗ്രന്ഥിയിൽ നിന്ന് നേരിട്ട് ആരംഭിക്കുന്ന ഒരു കുഴലില്ല. ഇപ്പൊ രക്തം പോകുന്ന ഒരു കുഴലിലൂടെ എന്തും പോകുന്നു മാത്രമാണ്, ഈ ഹോർമോണുകളും പോകുന്നു മാത്രം. നമ്മൾ പറഞ്ഞെന്താണ്, ഹോർമോണുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമായി സ്പെസിഫൈഡ് ഡക്റ്റ് അതാ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമായിട്ടില്ല, രക്തം ഒഴുകുന്ന കുഴലിലൂടെ അതും സഞ്ചരിക്കുന്നു എന്ന് മാത്രമാണ്. ഓക്കെ, അതാണ് അതുമായി ബന്ധപ്പെട്ട്. നമുക്കിവിടെ പറഞ്ഞുള്ള ഒരുപാട് ഗ്രന്ഥികളാണ്, 10ഓളം ഗ്രന്ഥികൾ, ഗ്ലാൻഡ്സ്, അതിന്റെ ഹോർമോൺസ്, അതിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായും കൈകാര്യം ചെയ്യും. നമുക്ക് ആദ്യ ഗ്രന്ഥി ഒന്ന് പഠിച്ചു. ഓക്കെ, ആദ്യ ഗ്രന്ഥിയുടെ പേര് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടൊരു ഗ്രന്ഥിയാണ്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ പാൻക്രിയാസിനെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ദഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പാൻക്രിയാറ്റിക് ജ്യൂസ്, ആഗ്നേയ രസം എന്ന ഒരു ദഹന രസം പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ചായിരുന്നു. ഇവിടെ പക്ഷെ നമ്മൾ എന്താണ്, പാൻക്രിയാസിനെ ഒരു അന്തഃസ്രാവി ഗ്രന്ഥിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടാണ് പാൻക്രിയാസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം പൊസിഷൻ ഓഫ് പാൻക്രിയാസ്. എവിടെയാണ് പാൻക്രിയാസിന്റെ സ്ഥാനം? പാൻക്രിയാസിന്റെ സ്ഥാനം നമ്മുടെ ആമാശയത്തിന്റെ താഴെയായി ഡിയോഡിനം അഥവാ പക്വാശയം എന്നൊരു ഭാഗമുണ്ട്, ഒരു യു ഷേപ്ഡ് പോർഷനാണ്. ആ യു ഷേപ്ഡ് ഭാഗത്താണ് പാൻക്രിയാസ് കാണുന്നത്, ആഗ്നേയ ഗ്രന്ഥി കാണുന്നത്. ഡിയോഡിനത്തിൽ, പക്വാശയത്തിലാണ് പാൻക്രിയാസിന്റെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. പാൻക്രിയാസിനെ കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ പാൻക്രിയാസിനെ കുറിച്ച് നമുക്കുള്ള അറിവ് എന്ത് മാത്രമാണ്? ഇറ്റ് ഈസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഇറ്റ് പ്രൊഡ്യൂസസ് ഹോർമോൺ. അതാണ് ഹോർമോൺ. സോറി, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അറിവ് ഇതൊരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ്, ഒരു ദഹന ഗ്രന്ഥിയാണ്, ആഗ്നേയരസം അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്, ദഹനത്തിൽ പങ്കെടുക്കുന്നത് മാത്രമാണ് നമ്മുടെ അറിവ്. ഈ അടുത്ത കാലത്താണ് along with the digestive ഫംഗ്ഷന്റെ ദഹന ധർമ്മത്തിന്റെ കൂടെ തന്നെ പാൻക്രിയാസിന് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള കഴിവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതാണ് നമ്മൾ ഈ ഹോർമോണിന്റെ ചാപ്റ്ററിന്റെ കൂടെ പാൻക്രിയാസിനെയും പഠിക്കാനുണ്ടായ കാരണം അതാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പാൻക്രിയാസിൽ 2 ടൈപ്പ് കോശങ്ങളുണ്ട്. എങ്ങനെ? ദഹന രസങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന, ഡൈജസ്റ്റീവ് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സ്പെസിഫൈഡ് സെൽസ് ഉണ്ട്. അതേസമയം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സ്പെസിഫൈഡ് സെൽസ് ഉണ്ട്. 2 ടൈപ്പ് സെൽസ് ആണ് പാൻക്രിയാസിൽ. അതിൽ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സെൽസിന്, പാൻക്രിയാസിൽ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണ് islets of Langerhans. Islets of Langerhans. ഇതാണ് ഇതിന്റെ എൻഡോക്രൈൻ സെൽസ് ഓഫ് പാൻക്രിയാസ്. അന്തഃസ്രാവി കോശങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് islets of Langerhans. ഡോക്ടർ പോൾ ലാംഗർഹാൻസ് എന്നൊരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായി പാൻക്രിയാസിന്റെ ഈ ഒരു ധർമ്മം നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹമാണ് പാൻക്രിയാസിന് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്, പാൻക്രിയാസിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പ്രത്യേക കോശങ്ങളുണ്ട് എന്ന് നമ്മളോട് ആദ്യമായി പറയുന്നത് ഡോക്ടർ പോൾ ലാംഗർഹാൻസ് എന്ന ഒരു സയന്റിസ്റ്റാണ്.
അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹം കണ്ടെത്തിയ കോശങ്ങളെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പേര്. ഓക്കെ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ലാംഗർഹാൻസിന്റെ കോശങ്ങളുടെ സമൂഹം പാൻക്രിയാസിന്റെ അവിടെ ഇവിടെയൊക്കെ ഒരു ട്യൂബുകളായിട്ടാണ് ഈ കോശങ്ങൾ കാണപ്പെടുന്നത്. ഇനി ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ രണ്ട് ടൈപ്പ് കോശങ്ങളുണ്ട്. ഒന്ന് ആൽഫ, രണ്ട് ബീറ്റ. ബീറ്റ കോശങ്ങളെന്നും ആൽഫ കോശങ്ങളെന്നും അറിയപ്പെടുന്ന രണ്ട് തരം കോശങ്ങൾ എവിടെയുണ്ട്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ. അപ്പൊ ശ്രദ്ധിക്കുക, പാൻക്രിയാസിൽ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങൾക്ക് കൂട്ടമായി പ്രത്യേകമായി പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ രണ്ട് തരം കോശങ്ങളാണ് ആൽഫയും ബീറ്റയും. നോക്കൂ, ആൽഫ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ഗ്ലൂക്കഗോൺ എന്നാണ്. എന്താണ്? ഗ്ലൂക്കഗോൺ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണിനെയും ബീറ്റ കോശങ്ങൾ ഇൻസുലിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടുന്ന് വരാവുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കണേ. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏവ? What is the answer? Which are the hormones produced from pancreas? No doubt about it. They are glucagon and insulin. So what are the hormones produced from the islets of Langerhans? Islets of Langerhans ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏവ? No doubt about it. They are glucagon and insulin. Repeat ചെയ്യപ്പെടുന്നു. ഇനി ചോദ്യം ഇങ്ങനെയാവാം, ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? അവിടെ എന്താണ്? ഗ്ലൂക്കഗോൺ ആണ്. ബീറ്റ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പാൻക്രിയാസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്താണ് പാൻക്രിയാസ്? ഡിയോഡിനത്തിൽ പക്വാശയത്തിലാണ് പാൻക്രിയാസ് കാണപ്പെടുന്നത്. പാൻക്രിയാസിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ രണ്ട് തരം കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആൽഫ കോശങ്ങളും ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങളും. ഈ രണ്ട് കോശങ്ങളുമാണ് പാൻക്രിയാസിൽ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഹോർമോണുകളുടെ ധർമ്മം? എന്തിനു വേണ്ടിയാണ് ഈ ഹോർമോണുകൾ? അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നോക്കൂ, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും ഈ രണ്ട് ഹോർമോണുകൾ ചെയ്യുന്ന അവയുടെ ധർമ്മം എന്ന് പറയുന്നത് they helps to maintain the level of glucose in our blood. That is the function of insulin and glucagon. ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും പ്രധാനപ്പെട്ട ധർമ്മം അതാണ്. എന്താണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുക. ഗ്ലൂക്കോസിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ ഊർജ്ജം കിട്ടുന്നത്. നമുക്കറിയാം, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ബേസിക് യൂണിറ്റ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ആ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. കുറയാതെയും കൂടാതെയും നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. How they maintain the level of glucose in our blood. എങ്ങനെയാണ് ഈ ഹോർമോണുകൾ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുക? നോക്കൂ, ഇപ്പൊ ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് ഗ്ലൂക്കോസിന്റെ ആരോഗ്യവാനായ ഒരാളിൽ ഗ്ലൂക്കോസിന്റെ 70 to 110 milligram per 100 ml is the normal level of glucose in our blood. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കഗോണും ഇൻസുലിൻ സഹായിക്കും. അതെങ്ങനെയാണ് നോക്കുന്നത്? നമ്മളെ ഇപ്പൊ 110 നിന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ എപ്പോഴാണ് കൂടുക? നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിയാൽ എല്ലാവരുടെയും ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിരിക്കും. പക്ഷെ കുറെ നേരം അങ്ങനെ നിൽക്കാൻ പാടില്ല. അങ്ങനെ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബീറ്റ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ
ബീറ്റ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇപ്പോഴാണ് 110 മില്ലിഗ്രാമിൽ നിന്നും ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ ബീറ്റ കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും, ഞാൻ ഇൻസുലിൻ എന്തൊക്കെ ചെയ്ത് നോക്കൂ. ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗം, അധികമായി വരുന്ന ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗത്തെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിലും പേശികളിലും സംഭരിക്കുന്നു. പ്രധാനമായും കരളിലാണ്. അധികമുള്ള ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗത്തെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്ത് കരളിൽ സംഭരിക്കുന്നു. 2, അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തേക്ക് ആഗിരണം ചെയ്യുന്ന പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. Accelerate the uptake of glucose by the cell or cellular uptake of glucose. Accelerates the cellular uptake of glucose. Cells, കോശങ്ങൾ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നുണ്ട്? കോശങ്ങൾക്കകത്തേക്ക് ആഗിരണം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിന്റെ സ്പീഡ് ആര് വർദ്ധിപ്പിക്കുന്നു? ഇൻസുലിൻ വർദ്ധിപ്പിക്കുന്നു. എന്താ സംഭവിച്ചത്? 110 നിന്നും ഏറെ വരുന്ന ഗ്ലൂക്കോസിന്റെ കുറെ എന്തായിട്ട് മാറി? ഗ്ലൈക്കോജനായിട്ട് മാറി നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നത്? കോശങ്ങൾക്കകത്തേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ആ ആഗിരണം ചെയ്യപ്പെടുന്ന സ്പീഡ് ഇൻസുലിൻ വർദ്ധിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഈ 2 പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴേക്കും ഗ്ലൂക്കോസിന്റെ അളവ് നോർമലിലേക്ക് താഴുന്നു, 110ലേക്ക് താഴുന്നു. ഒന്നുകൂടെ 110 മില്ലിഗ്രാമിൽ നിന്ന് ഗ്ലൂക്കോസ് കൂടുമ്പോൾ ബീറ്റ കോശങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്ത് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു. കോശങ്ങൾക്കകത്തേക്കുള്ള ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷന്റെ ലെവൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കോശങ്ങൾക്കകത്തേക്കുള്ള ഗ്ലൂക്കോസിന്റെ പുനരാഗിരണ തോത് ഇൻസുലിൻ വർദ്ധിപ്പിക്കുന്നു. സോ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഡിക്രീസസ് ടു ദ നോർമൽ. ഗ്ലൂക്കോസിന്റെ അളവ് നോർമലിലേക്ക് താഴും. ഓക്കെ. ഇനി if the level of glucose decreases, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് സംഭവിക്കാം? 70 നിന്ന് കുറയാം. 70 കുറയാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കരുതി 70 നിന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കുറയാൻ പാടില്ല. ഗ്ലൂക്കോസിന്റെ അളവ് 70 നിന്ന് കുറഞ്ഞാൽ നമ്മളെ ഹോമിയോസ്റ്റാറ്റിസ്, ഇന്റേണൽ ആക്ടിവിറ്റീസ്, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആകെ തകരാറിലാവും. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവുകയും അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പോ 70 നിന്നും ഗ്ലൂക്കോസ് കുറയാനുള്ള പോസിബിലിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആൽഫ കോശങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു, ഉത്തേജിപ്പിക്കപ്പെടുന്നു. എപ്പോ? when the level of glucose decreases beyond the limit, ലോവർ ലിമിറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് കുറയാൻ ശ്രമിക്കുന്ന സമയത്ത് ആൽഫ കോശങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ആൽഫയിൽ നിന്ന് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ അധികമുള്ള ഗ്ലൂക്കോസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ. ആ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. 2 അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അമിനോ ആസിഡും ബോഡിക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ആ അമിനോ ആസിഡിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. By the conversion of glycogen to glucose and amino acids to glucose. ഈ 2 മാർഗങ്ങളിലൂടെയാണ് ഗ്ലൂക്കോസ് ലെവൽ 70ലേക്ക് വർദ്ധിക്കുന്നത്. ആര് വർദ്ധിപ്പിക്കുന്നത്? ആൽഫ കോശങ്ങൾ. ആൽഫ കോശങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കഗോൺ വർദ്ധിപ്പിക്കുന്നത്. ഡയഗ്രം ശ്രദ്ധിക്കണം. മനസ്സിലായോ എന്താ സംഭവിച്ചേ? 70 മില്ലിഗ്രാമിൽ നിന്നും ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ആൽഫ കോശങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുകയും അമിനോ ആസിഡിനെ ഗ്ലൂക്കോസ് ആക്കുകയും ഗ്ലൂക്കോസിന്റെ ലെവല് 70ലേക്ക് നോർമലിലേക്ക് എത്തിക്കാൻ സഹായിക്കും. And these are the activities of insulin and glucagon. നമുക്ക് ഈ ചാപ്റ്റർ കണ്ടാൽ മനസ്സിലാകാവുന്ന കാര്യം എന്താണ്? The activities of insulin and glucagon എന്ന് പരിശോധിച്ച് എന്താ മനസ്സിലാക്കാൻ പറ്റുക? കോൺട്രവേഴ്സറി ആണ് എന്ന് പറഞ്ഞാൽ വിപരീതമാണ്, പരസ്പര വിരുദ്ധമാണ്.
അല്ലെ? ഗ്ലൂക്കോസ് കൂട്ടുന്നതിനെ ഇൻസുലിൻ കൂട്ടുന്നതിനെ കുറയ്ക്കുന്നു, ഗ്ലൈക്കോജൻ ഗ്ലൂക്കഗോൺ കുറഞ്ഞതിനെ കൂട്ടുന്നു. കോൺട്രവേഴ്സറി ആക്ടിവിറ്റീസ് ഓഫ് insulin and glucagon helps to maintain the level of glucose as 70 to 110 milligram per 100. Got it? എന്താണ് ഈ പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഗ്ലൂക്കോസിന്റെ അളവ് ഈ രീതിയിൽ ക്രമീകരിക്കപ്പെടാൻ കാരണമാകുന്നത്. ഇതാണ് ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞത് ഗ്ലൂക്കോസിന്റെ അളവ് 110 നിന്ന് കൂടുമ്പോൾ ബീറ്റാ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു. അധികമുള്ള ഗ്ലൂക്കോസിനെ സെല്ലിനകത്തേക്ക് കോശങ്ങൾക്കകത്തേക്ക് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഡിക്രീസസ് ടു ദ നോർമൽ. ഇനി 70 നിന്ന് ഗ്ലൂക്കോസ് കുറയുമ്പോൾ ആൽഫ കോശങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ആ ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെയും അമിനോ ആസിഡിനെയും ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കുകയും. ഇതാണ് ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചാർട്ട്. അപ്പോൾ നമ്മുടെ ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, അവയിൽ നിന്നും ശരിയായി ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുവെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു പോസിബിലിറ്റി പറഞ്ഞ നമുക്ക് ബീറ്റാ കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറ്, ബീറ്റാ കോശങ്ങൾക്ക് എന്തോ തകരാറുണ്ട്, അതുകൊണ്ട് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറവാണ്. ഒരു പോസിബിലിറ്റിയാണ്. ബീറ്റാ കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറ് മൂലം ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കുറവാകുക, അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിക്കാതാവുക. എന്തായാലും ബീറ്റാ കോശങ്ങളുടെയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെയോ തകരാറ് മൂലം മാൽ ഫങ്ഷനിങ് ഓഫ് ബീറ്റാ സെൽസ്, ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തന രാഹിത്യം മൂലം അല്ലെങ്കിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരികയോ ചെയ്താൽ ഇൻസുലിൻ എന്താണ് ചെയ്യേണ്ടത്? കൂടിയാൽ കുറയ്ക്കലാണല്ലോ. ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ കുറയ്ക്കലാണ് ഇൻസുലിൻ ചെയ്യേണ്ടത്. ആ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കാൻ സാധ്യത? കൂടിയതായി വെക്കും. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിയാൽ 200 ആണെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ 200 ആണെന്ന് കരുതുക. നമ്മളൊരു ഉറച്ചളക്കലാണ് 200 ആണ്. ആ 200 അല്പസമയത്തേക്ക് എന്തായിട്ട് മാറും? 110 കുറയും. ആര് കുറയ്ക്കും? ഇൻസുലിൻ കുറയ്ക്കും. ഇപ്പോഴെന്താ അവസ്ഥ? ഇൻസുലിന്റെ അളവ് കുറവാണ്, പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് എത്ര തന്നെയാവും? 200 തന്നെയാവുമല്ലോ, കുറയില്ലല്ലോ. 200 എന്നൊക്കെ പറയുമ്പോഴത് അപകടകരമായ അളവാണ്. സ്ഥിരമായി ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ കൂടിയാൽ നമ്മുടെ ജീവൻ പ്രവർത്തനങ്ങൾ താറുമാറും, അപകടം സംഭവിക്കാം, ജീവൻ ഭീഷണിയാവാം. അപ്പൊ ഇങ്ങനെ സംഭവിക്കാം. there is a possibility. ചില ആളുകളിൽ അവരുടെ ബീറ്റാ കോശങ്ങളുടെ തകരാറ് മൂലം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കുറയുകയോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതാവുകയോ ചെയ്താൽ there is a possibility to increase the level of glucose in our blood. അല്ലേ? സംഭവിക്കാമല്ലോ. പക്ഷെ ബ്ലഡിനൊരു നിർബന്ധ ബുദ്ധിയിലുണ്ട്. ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ ബ്ലഡ് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് 110 മില്ലിഗ്രാം മാത്രമേ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യൂ. നിർബന്ധമാണ്. 110 നിന്നും ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ബ്ലഡ് സ്വയം ഒരു ഫിൽട്രേഷൻ നടത്തും. അധികമുള്ള ഗ്ലൂക്കോസിനെ ബ്ലഡ് ഫിൽറ്റർ ചെയ്തിട്ട് ആ ഫിൽറ്റർ ചെയ്യുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആര് വേണം? ഇൻസുലിൻ വേണം. അപ്പൊ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുകയോ സെല്ലിനകത്തേക്ക് പോവുകയോ ചെയ്യുന്നില്ല. പകരം ഫിൽറ്റർ ചെയ്ത ഗ്ലൂക്കോസ് ഇറ്റ് വിൽ ഇജക്റ്റഡ് ത്രൂ ദ യൂറിൻ, മൂത്രത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യാം. എപ്പോഴാണ്? ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതെ വന്നാൽ രക്തത്തിൽ അധികമായുള്ള ഗ്ലൂക്കോസിനെ ബ്ലഡ് ഫിൽറ്റർ ചെയ്ത് അതിനെന്ത് ചെയ്യുന്നത്? മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. അങ്ങനെ മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കാണപ്പെടുന്ന ആ കണ്ടീഷന്, ആ അവസ്ഥയ്ക്ക് ഡിസീസ്, അതിന് പറയുന്ന പേരാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം. കേൾവിയുള്ള ഒരു പേരാണ് പ്രമേഹം. ഓർമ്മയുണ്ടല്ലോ, ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം. എന്താണത്?
ഇൻസുലിന്റെ അളവ് കുറയുന്നത് ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമാവുകയും അധികമുള്ള ഗ്ലൂക്കോസിനെ രക്തമരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്ന കണ്ടീഷൻ ഓഫ് ഡിസീസ്, രോഗാവസ്ഥയുടെ പേരാണ് ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം. ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണവും അവസ്ഥയും ഇതാണ്. Due to the malfunctioning of beta cells, there is a chance for the decreased production of insulin. അങ്ങനെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ there is a chance to increase the level of glucose in your blood. The excess volume of the blood is filtered by the blood. Excess volume of the glucose is filtered by the blood and ejected through the, and that condition is called diabetes. ബീറ്റാ കോശങ്ങളുടെ തകരാറ് മൂലം ഇൻസുലിന്റെ അളവ് കുറയുകയും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും രക്തം അധികമുള്ള ഗ്ലൂക്കോസിനെ ഫിൽറ്റർ ചെയ്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്ന രോഗത്തിന്റെ പേരാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഇതൊരു ലൈഫ് ടൈം ഡിസീസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. പല നാട്ടുവൈദ്യത്തിലൊക്കെ പ്രമേഹം പൂർണ്ണമായും ഭേദമാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വരുന്നുവെങ്കിലും ഒന്നും ശരിയായ വാർത്തകളല്ല, ശാസ്ത്രീയമായി തെളിവില്ലാത്തതാണ്. പകരം ഇതൊരു ലൈഫ് ടൈം ഡിസീസാണ്. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് സ്റ്റൈൽ ഒരു കൺട്രോൾ വരും, ഡയറ്റിൽ ഒരു കൺട്രോൾ വരികയും ചെയ്യും. എന്താണ് പറയുന്നത്, അന്നജമടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് പരമാവധി കുറയ്ക്കുക, ഗ്ലൂക്കോസ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് പരമാവധി കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ സാധാരണ മധുരം കഴിക്കാറില്ല. മധുരത്തിനകത്ത് ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുതലാണ്. അരി ഭക്ഷണം കുറവായിരിക്കും, അരി ഭക്ഷണത്തിനും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ പരമാവധി നമ്മുടെ ഫുഡ് സ്റ്റൈൽ ഡയറ്റിൽ ഒരു കൺട്രോൾ വരുത്തിയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് കണ്ണിനെയും കരളിനെയും കാലിനെയും, മൂന്ന് കയർ, കണ്ണിനെയും കരളിനെയും കാലിനെയുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഡയബറ്റീസ് മെലിറ്റസ് ബാധിക്കുന്നത്. അത് ക്രമേണ കണ്ണിന് കാഴ്ച നഷ്ടമാവുകയും ലിവർ ഫങ്ഷനിങ് കുറയുകയും കാലൊക്കെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രമേഹം. അപ്പോൾ ഡിറ്റക്ട് ചെയ്ത അത് മുതൽ ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തി ഡയറ്റിൽ മാറ്റം വരുത്തുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഡിസീസാണ് ഡയബറ്റീസ് മെലിറ്റസ്. വേറെ ഒരു രീതിയിലുള്ള ചികിത്സകൾക്കും ഡയബറ്റീസ് മെലിറ്റസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവാതിരിക്കുക, ശാസ്ത്രീയമായി തന്നെ ഇതിനെ കാണുക, ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. നവംബർ 14 ലോക പ്രമേഹ ദിനം, ഡയബറ്റിക് ഡേ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO 14 നവംബർ 14 എന്തായിട്ട് പരിഗണിക്കുന്നുണ്ട്, ഡയബറ്റിക് ഡേ ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡേ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസീസിന്റെ ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാക്കുന്നത് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ദിവസം ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ വേണ്ടിയാണ് WHO ഈ ഒരു ദിനം എന്തായിട്ട് പരിഗണിക്കുന്നത്, ഡയബറ്റിക് ഡേ ആയിട്ട് പരിഗണിക്കുന്നത്. ഇനി നമുക്ക് ഡയബറ്റിക് ആണോ എന്ന്, ഡയബറ്റിക് ആവുന്നതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ദാഹവും വിശപ്പൊക്കെ കൂടുകയാണ്, ശരീരം മെലിയും ചെയ്യും. വിശപ്പൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കും, പക്ഷെ ശരീരം മെലിയും. അതാണ് രസം. നല്ല ദാഹം ഉണ്ടായിരിക്കും, നല്ല വിശപ്പുണ്ടായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ദാഹം കൂടുന്നു, വിശപ്പും കൂടുന്നു, ശരീരം മെലിയുക, നല്ല ക്ഷീണം ഉണ്ടാവുക. ഇതൊക്കെയാണ് ഡയബറ്റീസ് മെലിറ്റസിന്റെ പ്രധാനമായ സിംറ്റംസ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡയബറ്റിക് ആണോ എന്ന് കൺഫേം ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്. സ്വയം പരീക്ഷിച്ചറിയാം, പ്രൈമറിലി സ്വയം പരീക്ഷിച്ചറിയാവുന്നുള്ളൂ ഡയബറ്റിക് ആണോ. അതിനൊരു വഴി പറഞ്ഞു, ചെറിയ ഒരു പരീക്ഷണം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാവുന്നു. ബെനഡിക്റ്റ് റിയേജന്റ് എന്നറിയപ്പെടുന്ന ഒരു കെമിക്കൽ നമുക്ക് ലാബുകളിൽ നിന്ന് വാങ്ങും. ബെനഡിക്റ്റ് റിയേജന്റ് വാങ്ങിയിട്ട് ഒരു 2 ml സാമ്പിൾ, നമ്മുടെ യൂറിൻ സാമ്പിൾ, മൂത്രം ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക്, 2 ml മൂത്രം ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തിട്ട് അതിലേക്ക് അത്ര തന്നെ ബെനഡിക്റ്റ് റിയേജന്റും ചേർത്ത് എന്നിട്ട് നന്നായി ചൂടാക്കും. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ യൂറിന്റെ കളർ ചേഞ്ചസ് കുറെ കളറായിരിക്കും. അവസാനം അത് റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ കളറായിരിക്കും. നിങ്ങൾ ബെനഡിക്റ്റ് റിയേജന്റ് വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ
കാണിക്കുന്ന ഒരു കളർ ചാർട്ട്. അപ്പൊ നമ്മുടെ അവസാനത്തെ നമ്മുടെ യൂറിന്റെ കളർ എന്താ നോക്കിയിട്ട് ആ കളർ ഈ ചാർട്ടിലെ കളർ നോക്കിയാൽ നമ്മുടെ യൂറിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രയാണ്, അത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് വാങ്ങണം, ബെനഡിക്ട് റിയേജന്റ് വാങ്ങണം, ബാക്കി നമ്മുടെ അടുത്തുള്ളതാണ്. ടെസ്റ്റ് ട്യൂബിലേക്ക് മൂത്രം 2 ml മൂത്രം ആഡ് ചെയ്യുക, അതിലേക്ക് ബെനഡിക്ട് റിയേജന്റ് ആഡ് ചെയ്യുക, നന്നായിട്ട് ചൂടാക്കുക. അവസാനം അത് എത്തി നിൽക്കുന്ന നിറത്തെ നമ്മുടെ ബെനഡിക്ട് റിയേജന്റ് കൂടെ കിട്ടുന്ന കളർ ചാർട്ടുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മുടെ ഡയബറ്റിക് ആണോ എന്ന് മനസ്സിലാക്കണം. ബ്ലൂ റിംഗ് ഈസ് ദ ലോഗോ ഓഫ് വേൾഡ് ഡയബറ്റിക് ഡേ. ലോക ഡയബറ്റിക് ഡേയുടെ പ്രമേഹ ദിനത്തിന്റെ ലോഗോ ബ്ലൂ റിംഗ്, നീല നിറയാണ്. അത്രമാത്രം പ്രാധാന്യം WHO കൊടുക്കുന്ന ഡിസീസാണ് ലൈഫ് ടൈം ഡിസീസാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ക്രമീകരണം വരുന്നതിലൂടെ നമുക്കിത് കുറെയൊക്കെ മാറ്റി കൊണ്ടുപോകും. നേരത്തെ തന്നെ ഇപ്പം അധികം അതിലുള്ള ആഹാരം സ്ഥിരമായി കഴിക്കുന്നത്, വല്ലാതെ ആഹാരം കഴിക്കുന്നത്, അപ്പൊ കൊള്ളത്തടിയുള്ള ആളുകൾക്ക് ഇൻക്രീസ് ചാൻസ് ഓഫ് ഡയബറ്റീസ്. അപ്പൊ ഭക്ഷണ കാര്യത്തിലൊക്കെ ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയുന്ന ഇതൊരു ജനറ്റിക് ഡിസീസ് കൂടിയാണ്. ഒരു പരിധിയുണ്ട്. നമ്മുടെ പാരൻസിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അല്ലാത്ത ആളുകൾക്ക് ഇത് ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് ഭക്ഷണ കാര്യത്തിലൊക്കെ ക്രമീകരണം വരുന്നതിലൂടെ ശ്രദ്ധിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഗ്ലാൻഡ്. മറ്റൊരു കാര്യം കൂടെ നോക്കും, ഗ്ലൂക്കോസുകൾ കൂടിയതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കുറഞ്ഞ നമ്മുടെ ടെക്സ്റ്റിനൊന്നും പറയുന്നില്ല. കുറഞ്ഞ സംഭവിക്കുന്നത് ക്ഷീണം കൂടി, തളർച്ച വരും, വേറെ വരും. ഗ്ലൂക്കോസ് കുറയാന്ന് പറഞ്ഞാൽ എനർജി കുറയാൻ അർത്ഥമാണ്. അപ്പോൾ സ്വാഭാവികമായും എനർജി വിറയിൽ വരികയും ക്ഷീണം വരികയും ചെയ്യും. അപ്പം അത്തരം ആളുകൾ ചെയ്യുന്ന എപ്പോഴൊക്കെ മിഠായി, നല്ല മധുരമുള്ള മിഠായിയോ പഞ്ചസാരയോ ഒക്കെ കൽക്കണ്ടൊക്കെ കയ്യിൽ കൊണ്ടിടും. അപ്പം അങ്ങനെ എന്തെങ്കിലും ക്ഷീണം വരുന്ന സമയത്ത് ഇതെടുത്ത് ആയിട്ട് അലിയിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനുള്ള കൂടുകയും ആ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. ഇത് വല്ലാണ്ട് കുറഞ്ഞു പോയാൽ മേ ബി ഫേറ്റൽ, മരണകാരണം വരെ ആയിരിക്കാവുന്ന പ്രശ്നമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ ഗ്ലാൻഡ്. അതിന്റെ ഫസ്റ്റ് ഗ്ലാൻഡ് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും അതിന്റെ ആക്ടിവിറ്റീസുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലാൻഡിനെ സംബന്ധിച്ച് ധാരണ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, കേൾക്കുക. ബാക്കി നമുക്ക് അടുത്ത ഗ്ലാൻഡുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. ഈ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.